ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആക്കാമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കുറേ നാളായിലെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ഷനൊക്കെ അല്ലായിരുന്നു. അപ്പം നാട്ടിൽ പോകാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ്. പിന്നെ എനിക്ക് വയ്യാഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടാൻ വൈകി കേട്ടോ. അപ്പം നമ്മൾ അന്ന് ഉണങ്ങി വെച്ച പാവയ്ക്ക വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ പോകുമ്പോൾ പാവയ്ക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ച് ഞാൻ പാവയ്ക്ക എല്ലാം കൂടി ആ കുപ്പിയിൽ നിന്ന് വേറൊരു കവറിലോട്ടാക്കി കേട്ടോ. കുപ്പി കൊണ്ടുപോയാൽ എനിക്കിവിടെ വേറെ കുപ്പിയില്ല. അങ്ങനെ പാവയ്ക്ക ഫുള്ള് ഞാൻ എടുത്തു കേട്ടോ. നമ്മളന്ന് ഉണങ്ങിയ പാവയ്ക്ക മൊത്തം വീട്ടിലോട്ട് എടുത്തു. പിന്നെ ഇതാ കാന്താരി, ഇതിവിടെ ഇരുന്നാൽ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പെറുക്കി തിന്നു കേട്ടോ. അതുകൊണ്ട് അത് കാന്താരിയും കൂടി നമ്മൾ അന്ന് ഉണങ്ങിയ കാന്താരി അതുകൂടി വീട്ടിലേക്ക് കൊടുക്കാതെ വെച്ചു. പിന്നെ പൊന്നുവിൻ്റെ 3 മാസത്തെ ലേബറിൻ്റെ ഉണ്ടായിരുന്നേ, അതും കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് എഴുതി അതും ബാഗിലെടുത്ത് വെച്ചു. ഇതാ പാവയ്ക്കയും കാന്താരി മുളകും അതും എടുത്ത് വെച്ചു കേട്ടോ. വോട്ട് ചെയ്യാൻ പോലെ നമുക്ക് ID കാർഡ് വേണ്ടേ, അതും എടുത്ത് വെച്ചു കേട്ടോ. ഇതാ തിരിച്ചറിയ കാർഡൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫുള്ളും ഹോസ്പിറ്റലിലെ കാർഡുകളാണ് കേട്ടോ. പിന്നെ ATM കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വാട്ട്സ് ഇൻ മൈ ബാഗിനകത്ത് ഇതെല്ലാം കാണിച്ചായിരുന്നേ. കോലഞ്ചേരിയിൽ മെഡിക്കൽ കോളേജിലെ ഒക്കെ കാർഡുണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കറി ഒക്കെ വെക്കാമെന്ന് എഴുതി ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടോ. ബീട്രൂട്ട് തോരനൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ എന്താ, അടുപ്പിലിരുന്ന് അധികം ഉണ്ടായിരുന്ന വിറകെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടോ. അത് അകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പുകയാകും. അതുകൊണ്ട് അതെടുത്ത് ഞാൻ പുറത്തുകൊണ്ട് വെച്ചു. പിന്നെന്താ, നമ്മളെ പുട്ടുണ്ടാക്കാൻ വേണ്ടി അരി പൊടിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടായിരുന്നു. ഈ അരിയും കൊണ്ട് നമ്മൾ അപ്പം ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. പുട്ടുണ്ടാക്കാൻ നല്ല സൂപ്പർ അരിയാണ് കേട്ടോ. അപ്പം ഞാൻ പൊടിക്കാൻ വേണ്ടി മിക്സിയിൽ വെച്ചിട്ടിടാ ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ കൊണ്ട് പൊടിച്ചായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അരിയൊക്കെ പൊടിച്ചെടുത്തു കേട്ടോ. പൊടിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇത് അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് പുറത്ത് കയറിക്കും. അപ്പോൾ ഇങ്ങനെ പയ്യെ അടച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ തട്ടി ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുവേ. എന്താ നല്ല സൂപ്പറായിട്ട് ഞാൻ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാവേ. നമ്മൾ അരിയൊക്കെ പൊടിച്ച് വേറെ പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ചക്ക തന്നു കേട്ടോ. ചക്കയാണെങ്കിൽ ഇടിഞ്ചക്കപ്പരുവം കഴിഞ്ഞു കേട്ടോ. പിന്നെ കഴുകി വെക്കാനിരുന്ന പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ തറയൊക്കെ അടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു കേട്ടോ. അതാ നമ്മൾ സ്റ്റാറൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അതാ ബസ്സൊക്കെ വന്നു. സമയം നല്ലോണം ആയിട്ട്. പിന്നെ അമ്മയ്ക്ക് ചെണ്ടുമല്ലിയുടെ വിത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വിത്തൊക്കെ എടുത്ത് ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തവണ പോകുമ്പോൾ ചെണ്ടുമല്ലിയുടെ വിത്തൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. മുറ്റത്ത് ഉണങ്ങാൻ വെച്ചേക്കുമായിരുന്നു. എടുത്തുകൊണ്ട് വന്ന് പേപ്പറിൽ പൊതിഞ്ഞു കേട്ടോ. ഇലക്ഷനും വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലി പൈസയാണ് കേട്ടോ. പിന്നെ രാത്രി 10:30 ആയിട്ട് ഇപ്പോൾ സമയം. എനിക്ക് നല്ല ചുമയായിരുന്നു. അപ്പോൾ ഒരു ചുവന്നുള്ളി എടുത്ത് ചവച്ച് തിന്നു കേട്ടോ. പിന്നെ 3 മണിയായപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു. ചോറ് വെക്കണമായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെച്ചു. പിന്നെ അത് ആ പുട്ടിനുള്ള നമ്മൾ എന്താ പൊടിച്ച് വെച്ച പൊടിയെടുത്ത് നനച്ചു. പുട്ടിന് നനച്ചു. പുട്ട് ഇപ്പോൾ ഈ അരിയും കൊണ്ട് പുട്ടുണ്ടാക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. പിന്നെ നമ്മുടെ പുട്ടുണ്ടാക്കലൊക്കെ ഭയങ്കര ടെക്നോളജി കേട്ടോ. കണ്ടോണേ, ഇതാ ഇങ്ങനെ ഒരു കിഴുത്ത പാത്രത്തിൽ നമ്മൾ ഈ ഹോളുള്ള പാത്രമൊക്കെ അതെടുത്തിട്ട് ഇതാ കഞ്ഞിക്ക് വെള്ളം വെച്ചത് തിളച്ചായിരുന്നു. അതിൻ്റെ മേലോട്ട് വെച്ചു. ഇതുണ്ട് നല്ല സൂപ്പറായിട്ട് ആയോ തന്നെ ഉണ്ടോ. ഇനി നമ്മൾ നനച്ച പൊട്ടിൻ്റെ പൊടിയെല്ലാം കൂടി മൊത്തത്തിൽ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അങ്ങ് മൂടി വയ്ക്കും. നമ്മൾ ഈ കുറ്റിക്കകത്തൊക്കെ ഇട്ട് ഓരോന്നിട്ട് ഉണ്ടാക്കി പെറുക്കി എടുക്കുമ്പോൾ സമയം എന്നാവും. എന്നിട്ട് അത് പൊടിച്ച് കൂട്ടി തിന്നുകയും ചെയ്യും. ഇതാകുമ്പോൾ പൊടിഞ്ഞ് തന്നെ ഇരുന്നോളും. ഒറ്റയടിക്ക് പുട്ട് റെഡി. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് പണ്ടൊക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ പണി. എന്തേ നല്ല കാറ്റുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നേ. ആ സമയത്ത് നല്ലോണം കാറ്റ് തുടങ്ങും. ഇത് കാറ്റത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ റബ്ബർ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ചുള്ളിയൊക്കെ ചടയപടേന്ന് ഒടിഞ്ഞിങ്ങോട്ട് ചാടുവേ. ഉണ്ടോ നമ്മുടെ പുട്ടിന് ആവി വന്നു കണ്ടോ. എല്ലായിടത്തും നല്ല സൂപ്പറായിട്ട് ആവി വന്നിട്ടുണ്ട്. അങ്ങനെ പുട്ട് റെഡി ആയിട്ടോ. ഇങ്ങനെ പുട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറിനുള്ള അരി ഇട്ടേക്കാം. അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് പിന്നെ വീട്ടുപണിക്ക് നിൽക്കണ്ടല്ലോ എന്നെഴുതി ഞാനെന്താ അരി ശകലം ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അരി കുറച്ചേ എടുത്തിട്ടുള്ളൂ. അരിയിൽ വെള്ളമൊക്കെ വെച്ച് കഴുകും. നമ്മൾ പിന്നെ ജയരിയാണ് കേട്ടോ മേടിക്കുന്നത്, വേറെ അരിയൊന്നും മേടിക്കത്തില്ല.
ജയയാണ്, നമ്മൾ പണ്ട് തൊട്ടേ ജയയാണ് കേട്ടോ മേടിക്കുന്നത്. ഞാനിതാ അരിയൊക്കെ കഴുകി ഞാൻ അരി അടുപ്പിലിട്ടു കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് സൗകര്യം പോലെ വെന്തോട്ടെ, നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കാം. ഈ അലുമിനിയം കല മാറ്റി സ്റ്റീലിൻ്റെ കലമാക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തിളച്ച് വേകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ തലേ ദിവസം ഞാൻ രാവിലെ കഴിക്കാനായിട്ട് ചോളം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് കൊണ്ട് വീട് വരെ ഇരിക്കണ്ടേന്നൊക്കെ. ഇതാ അരിയൊക്കെ നല്ലോണം തിളച്ചു. ഇനി അതുകൊണ്ട് നമ്മൾ ഏറെക്കുറെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നു. നമുക്ക് പോവാൻ റെഡിയാവാം. ഇതാ ഞാൻ ഡേംഡോക്കിൻ്റെ സൺസ്ക്രീൻ പർപ്പിളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതൊക്കെ ഇട്ട് നമുക്ക് ബാഗിൽ കൊണ്ടുപോകാം, ലിപ് ബാമും അടക്കെ. ഇപ്പോൾ ബസ്സിനല്ലേ പോകുന്നത്, അപ്പോൾ കുറച്ച് ചില്ലറ പൈസ വേണം. ചില്ലറ ഇങ്ങനെ ഒരു ഡപ്പയിലാണ് ഇട്ട് വയ്ക്കുന്നത്. ചില്ലറ ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രൈവർ ചേട്ടൻ വണ്ടി നമ്മുടെ മുറ്റത്താണ് ഇടുന്നത്. അങ്ങനെ ആൾ ബസ്സൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ബസ് പോയി തിരിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കതിന് പോകാനുള്ളതാണ്. ഞാനപ്പം ഡ്രസ്സൊക്കെ മാറി റെഡിയായി. ഈ ചോളം മുഴുവനും തിന്നാൻ പറ്റില്ല, അതിന് മുന്നേ ബസ് വരുമെന്നാണ് തോന്നുന്നത്. എന്താ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടോ. ആ കട്ടൻ ചായ മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ബസ് വന്നു കേട്ടോ. എന്താ ബസ് വന്നേ, കാർ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. കാറ് കിടക്കുന്നത്, കാറ് ഡ്രൈവർ ചേട്ടൻ്റെ കേട്ടോ. ബസ് വന്നു. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി കേട്ടോ. എന്നാണ് ഡ്രൈവർ ചേട്ടൻ കുറച്ച് താമസിക്കുകയും കൂടെ ചെയ്തായിരുന്നേ. അതുകൊണ്ട് ബസ് ഇത്തിരി സ്പീഡിലായിരുന്നു പോയത്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ മണ്ണുത്തിയിൽ എത്തി കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ള നമ്മുടെ തൊടുപുഴ ബസ് വരണം. അങ്ങനെ ഞാൻ എന്താ ബസ്സൊക്കെ നോക്കി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള വലിയ വലിയ ബസ്സുകൾ കുറേ ഒരുപാട് വരും കേട്ടോ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം ഇതാ വരുന്നത് നമ്മുടെ ബസ്സാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, മൂന്നാർ വണ്ടി ആയിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ ദേശീയ പതാകയുടെ ലിവറിയൊക്കെ ആയിട്ടൊരു ബസ് വരുന്നുണ്ട്. ഈ ബസ് എന്തോ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ കണ്ടാലും ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തോ ഒരു പ്രത്യേക ഭംഗിയായിട്ട് കാണും. KSRTCയുടെ പുതിയ മോഡൽ ബസ്സല്ലേ. അങ്ങനെ ആ ബസ്സൊക്കെ കടന്നു പോയി. നമ്മുടെ ബസ് ഏറെക്കുറെ എത്താറായി. അതാ വരുന്നുണ്ട് നമ്മുടെ തൊടുപുഴ പാലക്കാട് ബൈപ്പാസ് റൈഡ്. നമ്മൾ സ്ഥിരം വീട്ടിൽ പോകുന്നത് ഇതാ ഈ ബസ്സിനാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പഴയ കൂട്ടുകാർ ചേട്ടന്മാരൊന്നും ബസ്സിലില്ല, അറിയില്ലാത്തവരായിരുന്നു ബസ്സിലുള്ള കേട്ടോ. അങ്ങനെതാ സീറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സീറ്റൊക്കെ കിട്ടി. നല്ല തണുപ്പായതുകൊണ്ട് ഷട്ടറൊന്നും പൊക്കിയില്ല കേട്ടോ. വണ്ടിക്കൂലിക്കുള്ള പൈസയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു. കണ്ടക്ടർ ചേട്ടൻ വന്നപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ നിന്ന് തൊടുപുഴ വരെ 150 രൂപയാണ് ആയത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ വന്നതിന് 20 രൂപയായി. അപ്പം 170 രൂപയായി കേട്ടോ. നല്ല തണുപ്പാണ്. ഇടയ്ക്ക് ഞാൻ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി ഷട്ടർ പൊക്കി നോക്കി. നല്ല തണുപ്പാണ്. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ. നമ്മുടെ പാലിയേക്കര ടോള് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോഴും വഴി പണിയൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ബ്ലോക്കൊന്നുമില്ല, നല്ല സ്പീഡിൽ തന്നെ കേട്ടോ വണ്ടി പോകുന്നത്. തണുപ്പ് കാരണം ഷട്ടർ ഞാൻ താത്തിയിട്ട് വരണം. എനിക്ക് ഒന്നാമത് ചുമയും കൂടെ ഉണ്ട്. KSRTC തൊടുപുഴ എന്ന് എഴുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. വേറെ ഏതോ ബസ്സിലൊരു കണ്ടക്ടർ ചേട്ടനാണ്, ആൾക്ക് പോകാനുള്ള ബസ് എത്തിയോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പം നമ്മളിങ്ങനെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആലുവ സ്റ്റാൻഡിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഷട്ടറൊക്കെ പൊക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും തണുപ്പിനൊക്കെ കുറച്ച് ഒരാശ്വാസം കിട്ടി. വെയിലൊക്കെ വന്നേ. ഇതാ നമ്മുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ബസ്സാണ് കിടക്കുന്നത്, പച്ചയും മഞ്ഞയും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരിക്കൽ പോകണം KSRTCയുടെ മറ്റേ ടൂർ പാക്കേജിലൊന്ന് പോകണം. സമയമൊക്കെ കിട്ടുമ്പോഴാട്ടെ പോവാം. ഞാനിതാ ആലുവയിൽ നിന്ന് ബസ് എടുത്തു. നമ്മുടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലൂടെയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത് കേട്ടോ. അവിടെ ആൾക്കാർ ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ട്. അപ്പം ഇറങ്ങാനും കയറാനും ഇല്ലെങ്കിലും നമ്മുടെ വണ്ടി ഇതുവഴി റൗണ്ട് അടിച്ചിട്ടാണ് പോരുന്നത്. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെ അവർ നട്ടു വളർത്തുന്നുണ്ട് കേട്ടോ. ആശുപത്രിയിലേക്ക് വരുന്നവർക്കും സ്റ്റാഫിനും ഒക്കെ ഒരു നല്ല ആശ്വാസമാണ് ഈ ബസ് ഇങ്ങനെ അതിൽ പോകുന്നത്. മിക്ക ബസ്സുകളും ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി പോരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ തീർച്ചയില്ല. ചില ബസ്സൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈവറ്റ് ബസ്സും 1-2 പോകുന്നുണ്ട്. പിന്നെ ചില ബസ് റോഡിൽ തന്നെ നിർത്തിയിട്ടാണ് പോകുന്നത്.
അപ്പം അങ്ങനെ രാജഗിരിയൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ പോവാണ്. നേരത്തെയൊക്കെ മറ്റേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസ്സൊക്കെ താമസിച്ച് വന്നിട്ടുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലോക്കൊന്നുമില്ല, ബസ് നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം വെയിലൊക്കെ ആയി, ആ തണുപ്പൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഷട്ടറൊക്കെ തുറന്നു വെച്ചു കേട്ടോ. ഈ ഷട്ടർ താത്തിടുമ്പോഴും ഒരുമാതിരി ഒരു പുഴുങ്ങിയ മണം പോലെ അത് വരുമ്പോൾ ഛർദിലൊക്കെ തോന്നും. ഛർദിക്കാറില്ല അങ്ങനെ. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ കനാലാണ് കേട്ടോ പോകുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കനാലിൽ ഫുള്ള് വേസ്റ്റൊക്കെ ഇങ്ങനെ തള്ളി നാശാക്കിയിട്ടേക്കുവാണ്. കനാലിൻ്റെ സൈഡിൽ കൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളിയിട്ടുണ്ട്. നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ മലിനമാക്കിയിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരങ്ങനെയൊന്നും ചെയ്യരുത്. നിലവിൽ കനാലിൽ വെള്ളമില്ല, എന്നാലും ഈ കനാലിൽ കൂടെ വെള്ളം തുറന്നു വിട്ട് കഴിയുമ്പോൾ ഈ വേസ്റ്റെല്ലാം കൂടെ ഈ വെള്ളത്തിനൊപ്പം ഒഴുകി അങ്ങ് പോവില്ലേ. വേസ്റ്റൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു മാർഗമൊക്കെ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് വഴി മോശമാണ്, ഫുള്ള് ഗട്ടറായി, കുണ്ടും കുഴിയായി. ബസ് ഒരു കുഴിയിൽ നിന്ന് ഒരു കുഴിയിലോട്ട് ചാടി ചാടി യാത്ര തുടങ്ങിയിട്ടോ. അങ്ങോട്ട് ഫുള്ളും ഇതുപോലെ കുഴികളാണ്. ഇതൊക്കെ നമ്മുടെ ജനപ്രതിനിധികളും വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ഇതിൽ വേണ്ട നടപടികളൊക്കെ എടുത്താൽ നല്ലതായിരുന്നു. കാരണം വലിയ വലിയ കുഴികളാണ് കേട്ടോ. ഇതാണ്ടോ, ഇതിലൊക്കെ ഇരുചക്ര വാഹനക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കട്ട വിരിച്ചിട്ടുണ്ട്, പക്ഷെ കട്ടയൊന്നും ഇല്ലാത്തടത്ത് നല്ല കുണ്ടും കുഴിയൊക്കെയാണ് കേട്ടോ. ബസ് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ച് ഇവിടെ ഇലക്ഷൻ്റെ ബൂത്തുകളും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതും നോക്കണേ, റോഡിൽ നിറയെ കുഴി, ആ കുഴിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ബൂത്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. എല്ലാവരും ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോണ വഴിയാണ്. ഇതൊക്കെ വോട്ട് ചെയ്യുമ്പോഴും കൂടെ ഓർത്താലൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉറക്കക്ഷീണങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ കാറ്റടിക്കുന്നതുകൊണ്ട് ഉറങ്ങാനും തോന്നുന്നില്ല. നമ്മൾ കുറേ നാളായിരുന്നല്ലോ വീഡിയോയൊക്കെ ഇട്ടിട്ടെ, അപ്പം വീഡിയോ എടുക്കാമെന്നും കൂടെ വിചാരിച്ചു. ചുമയുണ്ട് കേട്ടോ എനിക്ക്. എന്നാലും അവിടെ വലിയൊരു കുഴിയാണ് കേട്ടോ. കുഴി കാരണം ഈ ബസ് ഇറങ്ങി കയറിയിട്ട് വേണം ആ കിടക്കുന്ന വണ്ടികളൊക്കെ ഒരുവിധം പോകാൻ. അപ്പോൾ ആണ്ടോ കിണർ പോലെ ഒരു കുഴിയാണ് കേട്ടോ. അപ്പോൾ ആ കാറുകാർ അവിടെ കുഴിയിലിറങ്ങാതെ നിൽക്കുക. ബസ് കടന്നു പോയി കഴിയുമ്പം ഈ സൈഡിൽ ഇത്തിരി കുഴി കുറവുണ്ട്, ആ സൈഡിൽ കൂടെ പോകാമെന്ന് എഴുതി വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടേക്കുവാണ്. എന്തായാലും ഈ കുഴി ഇത് മഴയൊക്കെ പെയ്ത് വെള്ളമുള്ള സമയത്താണെങ്കിൽ കുഴിയുടെ ആഴം കൂടി അറിയാൻ പറ്റില്ല. എന്താ സംഭവം അല്ലേ. അങ്ങനെ നമ്മളിതാ മൂവാറ്റുപുഴയിലേക്ക് എത്തിയിട്ടോ. ഇനി അങ്ങോട്ട് വഴി കുഴപ്പമില്ല. നമ്മളിതാ മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൻ്റെ അവിടെ എത്തി. നമ്മളുകൊണ്ട് മൂവാറ്റുപുഴ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവിടെ ഇറങ്ങിയിട്ട് വെള്ളൂർക്കുന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു കേട്ടോ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാട്രിമോണിയലിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. നമ്മുടെ ചാച്ചാജിയുടെ പ്രതിമയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പഴയ പാലം, അപ്പുറത്ത് കാണുന്ന പുതിയ പാലമാണ് കേട്ടോ. ഈ പാലത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ ഈ മൂവാറ്റുപുഴയിലെ വഴിയൊക്കെ ടാർ ചെയ്ത് നല്ല
സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. നാളൊക്കെ വന്നപ്പോൾ ഇവിടെ വഴിയുടെ പണി നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എന്താ വഴിപ്പണിയൊക്കെ പൂർത്തിയായി, നല്ല റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡായിട്ട് തിരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന വണ്ടികളും ഇങ്ങോട്ട് വന്ന വണ്ടികളൊന്നും ബ്ലോക്കില്ലാതെ സുഖമായിട്ട് കടന്നു പോവേ. നല്ല സൂപ്പർ ടാറിങ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മൂവാറ്റുപുഴ ഗ്രാൻഡ് മാളിൻ്റെ അടുത്ത് എല്ലാ കൊല്ലം ഇവിടെ ക്രിസ്മസിന് വലിയൊരു ട്രീ ഉണ്ട്. ഇക്കൊല്ലം അതേ വലിയ ട്രീ ഇവിടെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ മൂവാറ്റുപുഴ സ്റ്റാൻഡിലോട്ട് എത്തറയിട്ടു. ഇടത്തേക്ക് തിരിഞ്ഞു പോയാലും തൊടുപുഴ എത്താം. പക്ഷെ നമ്മുടെ ബസ് പോകുന്ന ആലപ്പുഴ പണ്ടപ്പള്ളി അതുവഴിയാണ്. അതുകൊണ്ട് നമ്മളിനി ഈ വഴി തിരിച്ചു വരില്ല. സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ ബസ് സർവീസ് തുടങ്ങിയ കാലം തൊട്ട് ഈ ബസ്സിനാണ് പോക്കും വരവും. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിൽ എത്തി കേട്ടോ. അവിടെ ഒത്തിരി നേരം വെയിറ്റിംഗ് ഒന്നുമില്ല. ആളിറക്കുന്നത് തോന്നുന്നു വണ്ടി പോകുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേരൊന്നും കയറാനുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഈ ഗ്ലാസ് വിൻഡോ ഉള്ള ബസ് വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഷട്ടർ ബോഡി ബസ്സുകളാണ് കേട്ടോ ഇഷ്ടം. എന്തോ ഒരു പ്രത്യേക വൈബാണ് അതിൽ യാത്ര ചെയ്യാനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ നിന്ന് പണ്ടപ്പള്ളി റൂട്ടിലോട്ട് തിരിഞ്ഞു. പണ്ടപ്പള്ളി എത്തി കേട്ടോ. പണ്ടപ്പള്ളി എത്തി. ഇവിടെ ഒരു അക്വഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കീഴേ കൂടെയാണ് നമ്മൾ പോകുന്നത്. വഴിയൊക്കെ നല്ല വഴിയാണ് കേട്ടോ. ഗട്ടറൊന്നുമില്ല. പിന്നെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് പോകാവുന്ന വഴിയാണ്. ഇതാണ് കേട്ടോ പണ്ടപ്പള്ളിയിൽ അക്വഡക്റ്റ്. നമ്മുടെ പിന്നിൽ കാണുന്നതാണ്. നമ്മൾ സുഖമായിട്ട് തന്നെ യാത്ര കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ചെറിയ രീതിയിൽ തണുപ്പുണ്ട്, എന്നാലും വെയിലുണ്ട്. അതിൻ്റെ ഒരു ചൂടും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ തൊടുപുഴയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. തൊടുപുഴയിലേക്ക് എത്തി. നമ്മൾ നമ്മുടെ നാട്ടിൽ കാലുകുത്തിയിരിക്കുകയാണ്. കാണുന്നതാണ് കേട്ടോ തൊടുപുഴ സീമാസേ. റൈറ്റിലോട്ട് പോയാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ വണ്ടി ലെഫ്റ്റ് തിരിഞ്ഞ് KSRTC സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. രാവിലത്തെ ഈ വരുന്ന വഴി പ്രൈവറ്റിലോട്ട് പോവാറില്ല കേട്ടോ. നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്, തിളക്കം ഗാർമെൻറ്റ്സ് ഒക്കെ പണ്ടും അവിടെ തന്നെ കേട്ടോ. ധന്വന്തിരിയുടെ ഇതൊക്കെയാണ് കേട്ടോ. ആ കെട്ടിടം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ തൊടുപുഴയിലെത്തിയിട്ടു. ധന്വന്തിരിപ്പടിയിൽ വണ്ടി നിർത്തിയായിരുന്നു. ആൾ കയറാനുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുള്ളത് കേട്ടോ. പണ്ട് ചാഴിയാട്ടായിരുന്നു, ഇപ്പോൾ അത് ബേബി മെമ്മോറിയലായിട്ടോ. അങ്ങനെ നമ്മൾ ഗാന്ധി സ്ക്വയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇലക്ഷനൊക്കെ പ്രമാണിച്ച് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. സമയം 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗാന്ധി സ്ക്വയറിലെത്തി. നമ്മുടെ ഗാന്ധി സ്ക്വയറിൽ മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമ അവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ എപ്പോഴും. നമ്മൾ വൈകാതെ തന്നെ KSRTCയിൽ എത്തും. നമുക്ക് ഇവിടെ ഇറങ്ങിയാലും നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ് കിട്ടും. നമുക്ക് സ്റ്റാൻഡിൽ പോയി ഇറങ്ങാൻ. എനിക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അവിടെ തന്നെ പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടുകാരെ, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. തിരിച്ചും നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ KSRTC സ്റ്റാൻഡ് പിന്നെ ബാറിനാൽ ചുറ്റപ്പെട്ടതാണ്. 3 സൈഡിലും ബാറാണ് കേട്ടോ. പിന്നെ ഹോട്ടലിന് ഹോട്ടൽ,
എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഹോസ്പിറ്റലും ഒക്കെ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മിക്കപ്പോഴും ഒരു ചെറിയ ബ്ലോക്ക്, 4 കൂടിയ കവലയായതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഇതാ ആ വഴി ആണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. സ്റ്റാൻഡിൽ ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് നമുക്ക് വീട്ടിലോട്ടുള്ള ബസ് കിട്ടും. അപ്പം നമുക്ക് സ്റ്റാൻഡിൽ ഇറങ്ങാം. സ്റ്റാൻഡിലോട്ട് ബസ് കയറാൻ പോവാണ് കേട്ടോ. ഇങ്ങനെതാ നമ്മൾ തൊടുപുഴ KSRTC ഡിപ്പോയിലെത്തി കേട്ടോ. ബസ് ഇന്ന് അങ്ങ് കയറ്റി നിർത്തിയില്ല, നമ്മൾ പകുതി ഇടയ്ക്ക് തന്നെ ബസ് നിർത്തി കേട്ടോ. ഇതാ KSRTC തൊടുപുഴ. ഇത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര നമ്മുടെ വീട്ടിലെത്തിയ ഫീലാണ് കേട്ടോ. ഇതാ പോകുന്നു നമ്മുടെ ബസ്. ഇനി അത് പോയി കഴുകിപ്പെറുക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വൈകുന്നേരത്തേക്ക് ഇതാ അവിടെ കൊണ്ടിടും. ഇതാ നമുക്കിനി മോർ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറാം. ഞാൻ കുറച്ച് നാളിവിടെ വർക്ക് ചെയ്തല്ലേ, അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ കയറിയിട്ടാണ് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോവുള്ളൂ കേട്ടോ. പിന്നെ ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണാം, വർത്താനമൊക്കെ പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെതാ മോറിലോട്ട് നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ തുടങ്ങിയോണ്ട് ക്രിസ്മസിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റോറൊക്കെ ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല സുഖമാണ്. പണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. ഈ ഡ്രിങ്ക്സും പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഉള്ളതൊക്കെ ആയിരുന്നു എനിക്ക് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിസ്പറിൻ്റെ ഒരു കിറ്റ് വാങ്ങിട്ടോ. മോൾക്കാണേ എപ്പോഴും മേടിക്കണ്ടുള്ളൂ. പിന്നെ അവൾക്ക് ഈ ഡാർക്ക് ഫാൻറ്റസി ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഡാർക്ക് ഫാൻറ്റസി മേടിച്ചു കേട്ടോ. വേറെ കൂടുതലൊന്നും പർച്ചേസ് ചെയ്തില്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേച്ചിമാരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങി. ഈരാറ്റുപേട്ട ബസ് പോയി. ആ ബസ്സിന് കയറിയാൽ നമ്മുടെ അജിലിപ്പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലാം കേട്ടോ. ഞാൻ അപ്പോൾ അന്നേരം ആ ഫോട്ടോ എടുത്ത് അജിലിക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഇതാ നമുക്ക് പോകാനുള്ള ബസ് വന്നു. 18 രൂപ കേട്ടോ എനിക്ക് ടിക്കറ്റ് ആയതേ. അങ്ങനെതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ തൊടുപുഴയാറ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ബസ്സിൽ എനിക്ക് സീറ്റ് കിട്ടിട്ടോ, ഫ്രണ്ടിലാണ് കിട്ടിയത്. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു മഞ്ഞിൻ്റെ ഒരു അംശം ഉണ്ട് കേട്ടോ. മഞ്ഞ് മാറിയിട്ടില്ല, വെയിലായെങ്കിലും. പിന്നെ ഈ കാണുന്ന ഓടിട്ട ലൈൻ കെട്ടിടത്തിൽ നമ്മൾ കുറച്ച് നാൾ താമസിച്ചായിരുന്നു കേട്ടോ. ഒരു കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിവർ ബാങ്ക്സ് നടന്ന ഓഡിറ്റോറിയവും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ. നല്ല കല്യാണ പാട്ടുകളും വിവിധ പാർട്ടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പണ്ട് ഇതൊരു ചെറിയ ഓഡിറ്റോറിയം ആയിരുന്നു. ഇപ്പോൾ അത് ഫുൾ AC ഒക്കെ ആയിട്ട് വലിയ ഓഡിറ്റോറിയമായി. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ റിസോർട്ട് പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മ്രാലെത്തി. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ മീൻ കടയായിരുന്നു. ഇന്നിപ്പോൾ കട അവധിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചെല്ലാനം പച്ചമീൻ കടയാണ്, സുധീഷേട്ടൻ്റെ കടയാണ് കേട്ടോ. അപ്പം തൊടുപുഴ മുട്ട റൂട്ടിലൊക്കെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സുധീഷേട്ടൻ്റെ മീൻ കടയിൽ നിന്ന് മീനൊക്കെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഞാൻ മീൻ മേടിക്കാറുള്ളതാണ്. ഈ സൈഡിൽ ഫുള്ള് കാടായിപ്പോയി കേട്ടോ. കാടില്ലായിരുന്നെങ്കിൽ നമുക്ക് പുഴയുടെ നല്ല അടിപൊളി വ്യൂ കിട്ടിയേനെ കേട്ടോ. വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് തിരിയുന്നത്. പക്ഷേ ഫുള്ളും കാട് പിടിച്ച് കിടക്കുക. ഇതൊക്കെ മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പം മലങ്കര എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വേണ്ടി അവരിങ്ങനെ പാടി ലൈൻ മുറികളുണ്ട് കേട്ടോ. അവിടെയാണ് അച്ഛൻ്റെ ഫാമിലിയൊക്കെ താമസിക്കുന്നത് കേട്ടോ. അവിടെ ഗ്രൗണ്ടിലും ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച അംഗനവാടിയാണ് കേട്ടോ അത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് പണ്ട് അച്ഛൻ കണ്ണിമാങ്ങയൊക്കെ പറിച്ച് ഇവിടെ റോട്ടിൽ തന്നെ വെച്ച് വിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പണ്ടൊരു ശ്യാമള എന്ന് പറഞ്ഞ പെണ്ണിനെ കൊന്നിട്ടതാണെന്നൊക്കെ പറഞ്ഞ് ആ ശ്യാമളക്കടവ് നട്ടോ ആ ഒരു സ്ഥലത്തിന് പേര് വന്നിരിക്കുന്നത്.
ഇവിടെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ് എൻ്റെ നാട്ടിലെത്തിയിട്ടോ. ഫുള്ള് പൈനാപ്പിൾ, റബ്ബർ റീപ്ലാന്റ് ചെയ്തിട്ട് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണേ. നമ്മുടെ വീടിനടുത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ പൈനാപ്പിൾ കഴിക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ, പഴുത്തതൊക്കെ. ഇതാ കാണുന്ന നമ്മുടെ അലൻഡ റെസിഡൻസിയാണേ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാലും കാണാം കേട്ടോ. നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെതാ ഞാൻ ബസ് ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ അനിയൻ ഇവിടെ ബൈക്കുമായിട്ട് കാത്തു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ബൈക്കിൽ കയറാൻ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ, കാരണം ഭയങ്കര പൊക്കമാണ് അതിൻ്റെ കയറാൻ. അങ്ങനെ ഞാനും അനിയനും കൂടി വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മുടെ ഇവിടെ റോഡ് കൊണ്ടുപോയിട്ട് കിടക്കുക, എന്ത് ചെയ്യാം. ഇത് നമ്മുടെ കോടതി, ജയില്, സ്കൂള്, കോളേജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ വഴിക്കൊന്ന് റീടാർ ചെയ്യേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. അമ്മ, അച്ഛൻ, ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥാനാർത്ഥി. എൻ്റെ മോള്, അവളും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പോകുന്നതാണ്. സ്ഥാനാർത്ഥിനെ കണ്ടു, നമ്മളെ കൈയൊക്കെ കൊടുത്തു, സ്ലിപ്പൊക്കെ കിട്ടി. ഫോട്ടോയൊക്കെ ഉള്ള സ്ലിപ്പാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ വോട്ട് ചെയ്യാൻ വേണ്ടി മുന്നേ വിട്ടു പോകുന്നു. അമ്മ പിന്നെ ആൾക്കാരെ കണ്ടു നമ്മളങ്ങനെ വോട്ടിംഗ് കേന്ദ്രത്തിലെത്തി. ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തിറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീട്ടിലെ ചേട്ടനെ കണ്ടിട്ട് അച്ഛനും അമ്മയൊക്കെ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ മലയിലാണ് കേട്ടോ എൻ്റെ വീട്. പിന്നെ നമ്മൾ വീട്ടിൽ പോയി വല്ല ഫുഡൊക്കെ തട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരാം. അമ്മയോട് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ നോക്കാൻ വന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഹോമിയോ ആശുപത്രിയിൽ അമ്മയുടെ ചേച്ചി കിടപ്പുണ്ട് കേട്ടോ, അഡ്മിറ്റാണ് ഇവിടെ. ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പം മേമേനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇവിടെ വന്നിട്ടോ. അതെ, പൊന്നു ആദ്യമേ പോയി. അവിടെ മേമ അവിടെ ഇരിപ്പുണ്ട്, വേറൊരു ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. പൊന്നു വന്നപാടെ മേമേനേക്കാളും പേഷ്യൻ്റ് പൊന്നു തോന്നുന്നു. അവൾ ചടിക്കറി കിടന്നു കേട്ടോ. പിന്നെ മേമേനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ആ മലയിലാണ് വീടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ജയിലാണ് കേട്ടോ. ജയിലാണ് അത് കാണുന്നത്. ജയിലിലെ ആംബുലൻസൊക്കെ കേട്ടോ കിടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഉള്ള പ്ലൈവുഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ. പ്ലൈവുഡ് കമ്പനിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ജലസ്രോതസ്സ്. നമ്മുടെ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവന്നത്. അങ്ങനെ ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ എഴുതി പൊന്നു വെള്ളം കോരി. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും നടക്കുകയാണ് കേട്ടോ. നമ്മൾ റബ്ബർ തോട്ടത്തിൽ കൂടെ വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാൻ. ഫുൾ ഇലയൊക്കെ പോയതുകൊണ്ട് നല്ല വെയിലാണേ. പൊന്നു വേഗം സ്പീഡിൽ മുന്നപ്പുണ്ട്. എന്തിനാണെന്നറിയും, വീട്ടിൽ ചെല്ലണ പാടെ ടി വി കാണാൻ വേണ്ടി ഓടണ ഓട്ടമാണ് കേട്ടോ. ഞാനും അമ്മ അങ്ങനെ വയ്യ വർത്താനമൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അമ്മ ഇപ്പോൾ ചുരിദാറൊക്കെയാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഞാൻ എന്തായി വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിൽ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ ഇവർ രണ്ടും കൂടെ, പൊന്നും അമ്മയും കൂടെ എന്നെ തന്നെ കയറ്റി വിട്ടു കേട്ടോ. പട്ടിക്കുഞ്ഞുങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞു ചത്തുപോയായിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ കൂടെ എന്നെ ബസ്സിൽ കൊണ്ടുപോക്കാനൊക്കെ ആയിട്ട് വന്നില്ലേ രണ്ട് പട്ടികൾ. വേറൊരു നമ്മൾ ഓണത്തിന് വന്ന വീഡിയോയിൽ അതിലൊരാൾ ചത്തുപോയായിരുന്നു കേട്ടോ. അങ്ങനെ പട്ടിക്കുല. പിന്നെ എല്ലാത്തിനും കയറൊക്കെ കെട്ടിയിട്ടിട്ട് ചലന്തി വല കുടുങ്ങിയ അവസ്ഥ നിൽക്കുക കേട്ടോ. അങ്ങനെ പൊന്നു വന്നിട്ട് രണ്ടുപേരെ അയച്ചു വിട്ടു. എന്നെ കണ്ടിട്ട് ഇവന്മാരടുത്ത് വന്നില്ല കേട്ടോ, മാറിപ്പോവാണ്. പിന്നെ ഞാൻ വിളിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് മണമൊക്കെ പിടിച്ച് നോക്കി ഏതാടി എന്നുള്ള രീതിയിൽ. അങ്ങനെ ലേബറിൻ്റെയൊക്കെ പൊന്നിന് കൊടുത്തു കേട്ടോ. പൊന്നു വേഗം തന്നെ ലേബറിൻ്റെ എടുത്ത് മറിച്ച് നോക്കുക. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മറിച്ച് നോക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന പാവയ്ക്കയും കാന്താരി അതൊക്കെ എടുത്ത് പൊന്നിന് കൊടുത്തു. ഡാർക്ക് ഫാൻറ്റസി എടുത്ത് കൊടുത്തു. അങ്ങനെ പൊന്നു ടി വി ഒക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഡാർക്ക് ഫാൻറ്റസി എടുത്ത് പൊന്നിന് കൊടുത്തു. അതിന് അമ്മ ചോറ് കൊണ്ടുവന്നു. കുറേ ചോറുണ്ടായിരുന്നു കേട്ടോ. അത്രയും ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന പാവയ്ക്കൊക്കെ അമ്മ വറുത്ത് കേട്ടോ അന്നേരം കൊണ്ടേ. പിന്നെ പാവയ്ക്ക് പയറുകറിയൊക്കെ കൂട്ടി ചോറുണ്ടു. പിന്നെ കുറച്ച് നേരം പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ അടുത്ത് പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ പോകാനിറങ്ങി കേട്ടോ. 4 മണിയാകുമ്പോൾ നമ്മുടെ ബസ് പോകും. അങ്ങനെ പോകാനിറങ്ങി. പൊന്നു അവിടെ നിന്നിട്ട് കാടുമ്പറലൊക്കെ കുറച്ച് എൻ്റെ മേത്തിട്ടു കേട്ടോ. അപ്പം പൊന്നു ടാറ്റയൊക്കെ തരും. അവൾ ടാറ്റയൊക്കെ തന്ന് കയറിപ്പോയി. ഞാനും അങ്ങ് പോന്നു. എൻ്റെ കൂടെ പപ്പയുണ്ട് കേട്ടോ. നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ ഒരു വിദൂര ദൃശ്യം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് ഇത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട്ടിൽ നോക്കിയാലും കാണാം, നമ്മുടെ അമ്മ വീട്ടിൽ പോയി നിന്ന് നോക്കിയാലും ഒക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ
നമ്മുടെ വോട്ടിംഗ് കേന്ദ്രം അവിടെ ആയിരുന്നു കേട്ടോ. പോളിംഗ് സ്റ്റേഷൻ കാണുന്ന താഴെ കാണുന്നിടത്താണ്. കാണുന്നതാണ് കേട്ടോ ജയിൽ. ഞാൻ കാണിച്ചത് ഇതാ നമ്മൾ ബസ്സിൽ പോന്നപ്പോൾ കണ്ട അലൻഡ റെസിഡൻസി ഇല്ലേ, അതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അതെ, നമുക്ക് അങ്ങനെ എന്താ നിലവിൽ ശകലം സമയം പോയിട്ടോ. അപ്പോൾ ബസ് മേമേനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയതേ. സമയം പോയതുകൊണ്ട് അവൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു, അനിയൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇരിക്കുക. പണ്ട് ഞാൻ സൈക്കിളുമായിട്ട് താഴെ പോയ സ്ഥലമാണ് കണ്ടത്. അങ്ങനെ അനിയൻ എന്നെ തൊടുപുഴ സ്റ്റാൻഡിൽ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ ബൈപ്പാസ് റൈഡർ കണ്ടില്ല, എവിടെ കിടക്കുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മളെന്നും നോക്കുന്നിടത്തായിരുന്നില്ല ബസ്സിൽ നല്ല തിരക്കായിരുന്നു, കാല് കുത്താൻ കൂടി സ്ഥലമില്ലായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ കുണ്ടും കുഴിയൊക്കെ ചാടി നമ്മുടെ വിലയേറിയ സമ്മതിദാന അവകാശമൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഞാൻ വീണ്ടും തൃശ്ശൂർക്ക് തിരിച്ചു പോകാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, ഫുള്ള് നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ആലുവ വരെ നീങ്ങു കേട്ടോ. ആലുവ എത്തിയിട്ടാണ് സീറ്റ് കിട്ടിയത്. ഇലക്ഷൻ പ്രമാണിച്ചാന്ന് തോന്നുന്നു വഴിയിൽ പോലീസും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും പോലീസ് എന്തിനാണെന്നൊരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അതാ നമ്മൾ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നിന്നിട്ട് മടുക്കുകയും ചെയ്തു. വീട്ടിലേക്ക് വരുമ്പോൾ സൈഡിലൊക്കെ കൊച്ചൊന്ന് ഇരിക്കുന്നുമുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടേ, തിരക്കൊക്കെ ഉള്ള സ്വാഭാവികം എന്നൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ആലുവ എത്തിയപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയിട്ടോ. ആലുവ പാലത്തിലൊക്കെ പിന്നെ പതിവ് പോലെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആലുവ എത്തുമ്പോഴത്തേനും 6 മണി കഴിയും കേട്ടോ ബസ്സേ. അങ്ങനെ ആലുവ പാലമൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ ഇതുപോലൊരു തിരക്കുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്നു കഴിഞ്ഞ് അവർ സത്യപ്രതിജ്ഞ കൂടെ ചെയ്യാറായപ്പോഴാണ് ഞാനെൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വയ്യായിരുന്നു കേട്ടോ, കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഹോസ്പിറ്റലിലും കേസൊക്കെ ആയിട്ട് നടക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പറഞ്ഞ് നമുക്ക് ഒരു 8:30 ആകുമ്പോഴത്തേനും നമ്മൾ മണ്ണുത്തിയിലെത്തുമായിരിക്കും. നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചുമയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നതാണ്. നമ്മളങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ വണ്ടി അതുവഴിയാണ് പോകുന്നത്. ആ റൈറ്റിലോട്ടുള്ള വഴി പോകണം എയർപോർട്ടിലേക്ക് കേട്ടോ. ഇപ്പം ഇട്ടായതുകൊണ്ട് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയേ. അവിടെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയത് നമുക്ക് സിഗ്നലായിരുന്നു. ഇനിയിപ്പം ക്രിസ്മസൊക്കെ പ്രമാണിച്ച് ഇങ്ങനെ പലതരം മാല ബൾബുകളുടെ ഒക്കെ ഒരു അലങ്കോല പണികളാണ് കേട്ടോ. അവിടെ വന്നപ്പോഴത്തേനും ഇഷ്ടംപോലെ വണ്ടികളും ബ്ലോക്കുകളൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പം എല്ലാവരും വീഡിയോ കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളിതാ തിരിച്ച് മണ്ണുത്തിയിലെത്തിയപ്പോൾ വിശന്ന് കുടലായിരുന്നു. ഒരു ഹാഫ് ബിരിയാണി വാങ്ങി കഴിച്ചു. വീട്ടിലെത്തി കൂട്ടുകാരെ, വയ്യ മടുത്തു. ബായ്.